നമസ്കാരം. നമ്മുടെ നാട്, ഈ നാടിനെ കുറിച്ച് ആലോചിച്ച് സങ്കടം തോന്നുന്നു. അഴിഞ്ഞാടുന്ന നാടായി മാറിയിരിക്കുന്നു. ആരോടും ഒരു വിധേയത്വവുമില്ലാതെ, എന്തിനേയും പരിഹാസത്തോടു കൂടി കാണുന്ന, എവിടെയും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന, വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെയും അഴിഞ്ഞാട്ടങ്ങളുടെയും അതുപോലെ തന്നെ മാരകമായ ലഹരിയുടെയും നാട് ഈ കൊച്ചു കേരളം. പരസ്പര സ്നേഹം നഷ്ടപ്പെട്ട, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട, പരസ്പര സഹായം നഷ്ടപ്പെട്ട, ആർദ്രതയില്ലാത്ത, സ്നേഹമില്ലാത്ത കുഞ്ഞു കേരളം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കേരളം കൊണ്ടുപോകുന്നത് വൻ നാശത്തിലേക്ക്. ഇത് അവസാനം കേട്ട വാർത്ത. പഴയൊരു വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ആക്രമിച്ചു കൊല്ലുന്നു. മരിച്ച വ്യക്തിക്ക് 17 വയസ്സ്, കൊല്ലുന്നവർക്ക് 20-22 വയസ്സ്. പറഞ്ഞു തീർക്കാവുന്ന ചില അമർഷങ്ങൾ, ചില ദേഷ്യങ്ങൾ ആക്രമണത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട്? അത് ലഹരിക്ക് അടിമപ്പെട്ടാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തിയിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് ചെറുപ്പക്കാർ ആക്രമണങ്ങളിൽ മരിച്ചു വീഴുന്നു. ഗുണ്ടകളുടെ നാടായി മാറുന്നു കേരളം. മൃഗീയമെന്ന് വിശേഷിപ്പിച്ചാൽ മൃഗങ്ങൾക്ക് പോലും അപമാനമാകുന്ന നാട്. മൃഗങ്ങൾ കൊല്ലുന്നത് സ്വയരക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇരയ്ക്കു വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ആക്രമിച്ചങ്ങ് കൊല്ലുകയാണ്. നെടുമങ്ങാട് അർഷാദ് എന്നു പേരുള്ള 1.5 വയസ്സുകാരനോട് കാട്ടിയ ക്രൂരത കേരളം ഞെട്ടി വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ആ വാർത്തയുടെ മുന്നിൽ. പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് 51 മുറിവുകളാണ് ആ 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ അമ്മയുടെ അറിവോടുകൂടി ഏൽപ്പിക്കപ്പെട്ടത്. അമ്മ എന്ന വാക്കിനു പോലും അപമാനമായി മാറുകയല്ലേ കേരളം. സിഗരറ്റ് കുറ്റി കൊണ്ട് ചുട്ടുപൊള്ളിച്ചു ആ കുഞ്ഞിന്റെ കാലിന്റെ അടിവശങ്ങളിൽ, തുടയിടുക്കുകളിൽ, ശരീരം മുഴുവനും. എന്ത് മരണവേദന ആ കുഞ്ഞ് അനുഭവിച്ചിരിക്കും. മനസ്സാക്ഷിയില്ലാത്ത മൃഗീയ ജന്മങ്ങളെന്ന് പറയാൻ കഴിയുന്നില്ല. മൃഗങ്ങൾക്ക് പോലും അപമാനമാകുമെന്നുള്ളത് കൊണ്ട്, ആ കുഞ്ഞ് തനിക്ക് ബാധ്യതയായി തീരുമെന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു. ദിവസങ്ങളോളം തയ്യാറെടുപ്പുകളോടുകൂടി. കുഞ്ഞ് വീണ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന രീതിയിൽ വീടിന്റെ സൺഷെയ്ഡിൽ ആ 1.5 വയസ്സുകാരനെ ഇറക്കി നിർത്തിയിട്ട് പുറത്തു പോകുമായിരുന്നു. വീണു മരിക്കട്ടെ. കേട്ട് കേൾവി ഇല്ലാത്ത വിധം ക്രൂരമാവുകയാണ് കേരളത്തിന്റെ മനസ്സ്. കേട്ട് കേൾവി ഇല്ലാത്ത വിധം ഗതികേടാവുകയാണ് കേരളത്തിന്റെ മനസ്സ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? ഒരു യാത്രയ്ക്ക് മുമ്പ് ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ കയറിയ ഒരു പെൺകുട്ടിയോട് ഇത്രയും അസഭ്യ വാക്കുകൾ ഉരുവിട്ട് അവളെ ആക്രമിക്കാൻ തയ്യാറായ ഒരു സമൂഹം. അതിനെ ചോദ്യം ചെയ്ത ആ യുവതികളെ മർദ്ദിച്ചവശരാക്കിയത് കൊച്ചിയിലാണ്. മദ്യലഹരിയിൽ റോഡിൽ അഴിഞ്ഞാടിയ യുവാവിനെയും യുവതിയെയും പോലീസ് പിടിയിലായത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ്. കൊന്ന് കെട്ടിത്തൂക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു വലിച്ചെറിയുകയാണ്. ഓടുന്ന തീവണ്ടിയിൽ നിന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം സ്ത്രീയെ പുറത്തേക്ക് വലിച്ചെറിയുക. റോഡിൽ ഗുണ്ടകൾ ആക്രമിച്ചു തള്ളിയ അച്ഛനെയും മകനെയും തിരിഞ്ഞു നോക്കാതെ പോവുക. പോലീസ് പോലും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു ഗതികേടിലേക്ക്, നിയമപാലകർ പോലും ഒരു സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത വിധം അധപതിച്ചിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ പുറമെയാണ് ഗുണ്ടകൾ തമ്മിലുള്ള ആക്രമണം. ഇതിനൊക്കെ പുറമെയാണ് തീവെട്ടി പലിശ സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണം, അവരുടെ വീടുകൾ കയറിയുള്ള ആക്രമണം, കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ. ഒരാൾ മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ഒരു ഭാര്യയുടെ ഹൃദയമാണ് നഷ്ടപ്പെടുന്നത്. ഒരമ്മയുടെ നോവാണ്. ഒരു മകന്റെ വളർച്ചയാണ്, ഒരു മകളുടെ സ്വപ്നങ്ങളാണ് ഒരാൾ മരിക്കുന്നതിലൂടെ ഒരു വീടിന് നഷ്ടപ്പെടുന്നത്. ഒന്നും ചിന്തിക്കാതെ ക്രൂരമായ അക്രമങ്ങളിലേക്ക് എടുത്തു ചാടാൻ നമുക്കെങ്ങനെ സാധിക്കുന്നു?
ഗുണ്ടകളെ വളർത്താൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? ഈ ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകികൾക്ക്, ഈ ബലാത്സംഗ വീരന്മാർക്ക് ജയിലിൽ ചെന്നാൽ സുഖം. നമ്മൾ കേൾക്കുന്ന വാർത്തകളും അതാണ്. സാധാരണ നാട്ടിൻപുറത്ത് തൊഴിലുറപ്പിന് പോയാൽ 350 രൂപ ശമ്പളം കിട്ടുമ്പോൾ കഴിഞ്ഞ സർക്കാർ ജയിലറയ്ക്കുള്ളിലെത്തിയ ക്രിമിനലുകൾക്ക് ഒരുക്കി വെച്ചത് 650 രൂപയാണ് ദിവസവേതനം. പിന്നെ ആഴ്ചതോറും മട്ടനും ചിക്കനും മീനും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഭക്ഷണം. പിന്നെയോ പോലീസ് ഏമാന്മാരുടെ പിന്താങ്ങൽ. ജയിലറയ്ക്കുള്ളിൽ അവന് പരമസുഖം. ജയിലറയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനെതിരെ പിന്നെ ആരും ഒരക്ഷരവും മിണ്ടില്ല. അവന് ഗുണ്ടാപ്പിരിവുമായി സുഖമായി ജീവിക്കാം. അവന് കള്ളക്കടത്തുമായി, ലഹരി കടത്തുമായി കോടികൾ വീണ്ടും സമ്പാദിക്കാം അവന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങളിലൂടെ. മനസാക്ഷിയും ദയവും സ്നേഹവുമൊക്കെ മലയാളിയുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചോർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടൻ സലിം കുമാറിന്റെ മരണവാർത്തയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ പോലും മലയാളിയുടെ മനസ്സിന്റെ ദുഷ്ടതയെയാണ് കാണിക്കുന്നത്. ഇനിയൊരു തിരിച്ചുവരവ് മലയാളിയുടെ മനസ്സിന് ഉണ്ടാകുമോ? ഉണ്ടാകണം. പഴയ മലയാള തനിമയിലേക്ക്, നന്മയിലേക്ക് ഇറങ്ങി വരാൻ നമുക്ക് കഴിയണം. കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ആർദ്രതയില്ലാതെ, സ്നേഹവായ്പില്ലാതെ ഇത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയുന്ന ഒരു സമൂഹം എന്ന പേരിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയണം. കഴിഞ്ഞേ പറ്റൂ.